നമസ്കാരം, ധാനുസ് പി.എസ്.സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എഡിറ്റർക്ക് കാനഡ മലയാളം നോയിങ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് 22/10/2019 നടന്ന എക്സാമിൻ്റെ ആൻസർ കീയാണിത്. നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദിയ ധോള പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദിയ ധോള പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ലോഹിത്. ലോഹിത് നദിക്ക് കുറുകെയാണ് സാദിയ ധോള പാലം നിർമ്മിച്ചിരിക്കുന്നത്. ലോഹിത് എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ഇത് ലോഹിത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ വജ്രനഗരം സൂററ്റ്. വജ്രനഗരം സൂററ്റ്. ഗുജറാത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം കൂടിയാണ് സൂററ്റ്. അവിടെയാണ് സർദാർ പട്ടേൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ മ്യൂസിയം സൂററ്റിലാണ് ഉള്ളത്. നെക്സ്റ്റ്, GST നികുതി വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം. ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസ് ആണ്. എന്നാണ്? 1954 നടപ്പിലാക്കുന്നത്. ഇനി ഇന്ത്യയിൽ എന്നാണ് നടപ്പിലാക്കിയത്? 2017 ജൂലൈ 1 ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ GST നികുതി വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ആദ്യമായി എവിടെയാണ്? ഫ്രാൻസ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നദി കാവേരിയാണ്. ദക്ഷിണഗംഗ കാവേരി. അവിടെ ദക്ഷിണ കാവേരി. നെക്സ്റ്റ് വൺ, അഹോ രാജവംശം ഏത് സംസ്ഥാനത്താണ് ഭരിച്ചിരുന്നത്? ആൻസർ ആസാം. ആസാമിലാണ് ആസാം. ആസാം എവിടെയാണ്? ആസാം രാജവംശം. അഹോ രാജവംശം ഇൻ ആസാം. ഇനി മഞ്ഞുതീനി എന്നർത്ഥമുള്ള പ്രാദേശിക വാദം ഏതാണ്? ചിനൂക്കാണ്. മഞ്ഞ് തിന്നുന്നവൻ എന്നർത്ഥമുള്ള പ്രാദേശിക വാദം. ഇനി ഫൊൻ എന്ന് പറയുമ്പോൾ എന്താ കാണിക്കുന്നത്? മുന്തിരിയാണ്. കായകൾ പാകമാകാൻ വീശുന്ന വാദം എന്താണ്? ഫൊന്നാണ്. ലൂ എന്ന് പറഞ്ഞാലോ? ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന ചൂട് കാറ്റാണ് ഏത്? ലൂ. ഇനി കാൽബൈശാഖി എന്താണ്? വേനൽക്കാലത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സഹായകരമാകുന്ന പ്രാദേശികവാദമാണെന്ത്? കാൽബൈശാഖി. വേനൽക്കാലത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സഹായകരമാകുന്ന പ്രാദേശികവാദമാണ് ഏത്? കാൽബൈശാഖി. അപ്പോൾ മഞ്ഞ് തിന്നുന്നവൻ ആരാണ്? ചിനൂക്കാണ്. ഓക്കെ. ഫൊൻ എന്ന് പറയുമ്പോൾ മുന്തിരിക്കുലകളാണ്. നെക്സ്റ്റ് വൺ, 2018 പത്മശ്രീ ലഭിച്ച ഗാന്ധി അമ്മൂമ്മ എന്ന് വിളിക്കുന്ന നാഗാലാൻഡിൽ ഗാന്ധിസം പ്രചരിപ്പിക്കുന്ന വനിത ആരാണ്? ആൻസർ ലെൻഡി അവോധാക്കർ. ഗാന്ധി അമ്മൂമ്മ ലെൻഡി അവോധാക്കർ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ആലപ്പുഴ. ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ആൻസർ പ്രസിഡന്റിനാണ്. ഭൂമി കൈയേറ്റം തടയുവാനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം നൽകിയ ജില്ല ഏതാണ്? ഭൂമി കൈയേറ്റം തടയാനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം നൽകിയ ആദ്യ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഭൂസംരക്ഷണ സേന ഇടുക്കി ജില്ല. അടുത്തത്, ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹം ഏതാണ്? ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹം ഏതാണ്? ഏത് ലോഹമാണത്? ഇവിടെ ആൻസർ ലെഡ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ടിന്നും ലെഡും എന്താണ്? ഇവിടുത്തെ ആൻസർ ലെഡാണ്. ടിന്നും ലെഡും എന്താണ്?
ഉരുക്കി വേർതിരിക്കൽ മുഖേനയാണ് ലോഹശുദ്ധീകരണം നടത്തുക. ടിന്നും ലെഡും ഉണ്ട്, അതായത് അവർക്ക് കുറഞ്ഞ ദ്രവണാങ്കമായതുകൊണ്ട്. ടിന്നും ലെഡും അങ്ങനെയാണ്, ഇങ്ങനെ ഉരുക്കി വേർതിരിക്കൽ മുഖേനയാണ് ലോഹശുദ്ധീകരണം നടത്തുന്നത്. എന്നാൽ സിങ്കും കാഡ്മിയം എങ്ങനെയായിരിക്കണം? ഈ സിങ്കും അതുപോലെ കാഡ്മിയം ഒക്കെ എങ്ങനെയാണ്? സ്വേദനം വഴിയാണ്. സ്വേദനം വഴിയാണ് ലോഹ ശുദ്ധീകരണം നടത്തുക, അല്ലേ? അപ്പോൾ ഉരുക്കി വേർതിരിക്കുന്ന പറയുമ്പോൾ ടിന്നും ലെഡുമാണ്. ടിൻ ആൻഡ് ലെഡാണ് ഉരുക്കി വേർതിരിക്കൽ. സിങ്കും കാഡ്മിയവും എങ്ങനെയാണ്? സ്വേദനം വഴിയാണ്. സിങ്കും കാഡ്മിയവും എങ്ങനെയാണ്? സ്വേദനം വഴി. ടിന്നും ലെഡും ഉരുക്കി വേർതിരിക്കൽ വഴിയാണ് ലോഹശുദ്ധീകരണം സാധ്യമാക്കുന്നത്. നെക്സ്റ്റ് വൺ, കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുക? ഏത് പേരിലാണ് ആൻസർ വരുന്നത്? പ്രൊഡ്യൂസർ. കാർബൺ മോണോക്സൈഡും നൈട്രജനും ഏതാണ്? പ്രൊഡ്യൂസർ ഗ്യാസ്. ഒരു മിനിറ്റ്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് നൈട്രജനും അതുപോലെ ഹൈഡ്രജനും ഉണ്ട്. ഇനി വാട്ടർ ഗ്യാസ് എന്താണ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജനാണ്. ഡ്രൈ ഐസ് എന്ന് പറയുന്നത് എന്താണ്? ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ത്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസ്സിന് നൽകുന്ന നിറം എന്താണ്? കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസ്സിന് നൽകുന്ന നിറം എന്താണ്? ചുവപ്പാണ്. ചുവപ്പ്. നെക്സ്റ്റ് വൺ, അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ഏത്? ഇവിടെ ജലതരംഗം ആൻസർ. മറ്റുദാഹരണങ്ങൾ ഏതൊക്കെയാണ് അനുപ്രസ്ഥ തരംഗത്തിന്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. തെളിയിച്ചിട്ടുള്ള ആരാണ്? അഗസ്റ്റിൻ ഫെർണാണ്ടസ്. പ്രകാശം എന്താണ്? അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്ന സസ്യരോഗങ്ങളിൽ നിന്ന് ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയാം. ആൻസർ അതാണ് മഹാളി. ഫംഗസ് വഴി രോഗം ഏതാണ്? മഹാളി. മണ്ണിരയിലെ വിസർജന അവയവങ്ങളാണ് നെഫ്രീഡിയ. മണ്ണിരയിലെ വിസർജന അവയവം നെഫ്രീഡിയ. മണ്ണിര നെഫ്രീഡിയ. ജൈവ ഘടികാരം ഏതാണ്? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. നെക്സ്റ്റ് വൺ, കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. പിസികൾച്ചർ. നെക്സ്റ്റ് വൺ, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? തിയോഡർ ഷ്വാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. നെക്സ്റ്റ്, ഇന്ത്യൻ അസോസിയേഷൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? ആൻസർ കൊൽക്കത്ത. ഇന്ത്യൻ അസോസിയേഷൻ കൊൽക്കത്ത. ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ആൻസർ ലിട്ടൻ പ്രഭു. ഭാഷാപത്ര നിയമം ലിട്ടൻ പ്രഭു. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1875 പ്രാർത്ഥനാ സമാജം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ബംഗാൾ വിഭജനം. അനുശീലൻ സമിതി രൂപീകരിച്ചത് ആരാണ്? ബരീന്ദ്ര കുമാർ ഘോഷ്. ഓപ്ഷൻ ഡി, ബരീന്ദ്ര കുമാർ ഘോഷാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ നാരായണ ഗുരു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് വൺ, ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്ത വർഷം ഏതാണ്?
ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? ആൻസർ 1912 ശ്രീമൂലം പ്രജാസഭ. 12 ശ്രീമൂലം പ്രജാസഭ. 1912 പ്രജാസഭ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളിയെ നിർദ്ദേശിച്ചു. 1912 പ്രജാസഭ. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ വൈകുണ്ഠസ്വാമി. മേൽമുണ്ട് സമരത്തിന് ആരാണ് കൊടുത്തത്? വൈകുണ്ഠസ്വാമി. നെക്സ്റ്റ് വൺ, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ്? പ്രാചീന മലയാളം എന്ന കൃതി. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമി. നെക്സ്റ്റ്, മധ്യമപുരുഷ സർവനാമത്തിന് ഒരു ഉദാഹരണം. മധ്യമപുരുഷ സർവനാമ ഉദാഹരണം ഏതാണ്? ആൻസർ താങ്കൾ എന്ന പദം. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയത് ആരാണ്? ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയത് ആരാണ്? ആൻസർ കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ള. നെക്സ്റ്റ്, വർത്തമാന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? വർത്തമാന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുക? യാത്രാ വിവരണം. ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ വിണ്ടല. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഏതാണ്? ആൻസർ PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ്. വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി എന്താണ്? ആൻസർ കഥയറിയാതെ ആട്ടം കാണുക. കഥയറിയാതെ ആട്ടം കാണുക. നജീബ് പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ. നജീബ് പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? ആടുജീവിതം. അർത്ഥം പറയുക. കളത്രം. കളത്രം പത്നിയാണ്. കളത്രം പത്നിയാണ്. പകാരവും ബകാരവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പകാരവും ബകാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ ഏതാണ്? പ ഖരവും ബ മൃദുവുമാണ്. പ ഖരം, ഖരം മൃദു. പ എന്ന് പറയുന്നത് ഖരവും ബ മൃദുവുമാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? G. ശങ്കരക്കുറുപ്പ്. കൈകാലുകൾ ഏത് സമാസം? കൈകാലുകൾ ഏത് സമാസമാണ്? ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസമാണ് കൈകാലുകൾ. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉപ്പാണ്. ശ്ലാഘ എന്ന പദത്തിൻ്റെ വിപരീത പദം. ശ്ലാഘയുടെ ഓപ്പോസിറ്റ് എന്താണ്? നിന്ന. ശ്ലാഘനീയം എന്ന് പറയില്ലേ നല്ലത്. അപ്പോൾ നിന്ന. ശ്ലാഘ ഓപ്പോസിറ്റ് നിന്ന. നെക്സ്റ്റ്, ഗതി ചേർന്ന വിഭക്തിക്ക് പറയുന്ന പേര്. ഗതി ചേർന്ന വിഭക്തിക്ക് പറയുന്ന പേര് എന്താണ്? മിശ്ര വിഭക്തി. ശരിയായ പദരൂപം ഏതാണ്? ശരിയായ പദരൂപം ഏതാണ്? ഓപ്ഷൻ A ആണ് ആൻസർ. തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? സഫലമീ യാത്ര SK പൊറ്റക്കാട്. ബാക്കി. നെക്സ്റ്റ് വൺ, രണ്ടാം വിവാഹ വാർഷികം എന്നതിലെ രണ്ടാം എന്നത് ഏത് അർത്ഥത്തിൽപ്പെടുന്നു? രണ്ടാം വിവാഹ വാർഷികം എന്നത് രണ്ടാം എന്നത് ഏത് അർത്ഥത്തിലാണ് പെടുക? ആൻസർ പൂരണി തദ്ധിതം. പൂരണി തദ്ധിതം. അപ്പോൾ രണ്ടാം വിവാഹത്തിൽ രണ്ടാം എന്താണ്? പൂരണി തദ്ധിതമാണ്. പൂരണി. വിഗ്രഹിക്കുക. ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതത്തിനെ വിഗ്രഹിക്കുക. ആൻസർ ഹിമാലയം എന്ന പർവ്വതം. ഹിമാലയം എന്ന പർവ്വതം.
ഹിമാലയ പർവ്വതം എങ്ങനെ എഴുതുന്നു? ഹിമാലയം എന്ന പർവ്വതം. ഇനിയും കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായർ. അടുത്തത്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദിസ് ഈസ് ദി ഡാഷ് ഫിലിം ഐ എവർ സീൻ. This is the dash film I ever seen. Answer, worst film. Worst. This is the worst film I ever seen. We dash a party last day. We dash a party last day. Answer, we had a party last day. Would you like sweets dash fruits? Would you like sweets dash fruits? Answer, option B ആണ്. Would you like sweets or fruits? ഇനി I like dash to sing opera, dash to spend my spare time practicing ballroom dances. Answer, I like not only but also ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. Not only but also. I like not only to sing opera but also to spend my spare time practicing dances. Change the following questions as directed. Daniel jogs often. Change into a question. Answer, does Daniel jog often? Does Daniel jogs often? ഇവിടെ എസ് വന്നിട്ടുണ്ട് അല്ലേ. സോ ഡസ് ഡാനിയൽ ജോഗ് ഓഫൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, pick out correct sentence from the following. Answer, D ആണ്. She talks to us. I sympathize dash you ever your mother's death. I sympathize dash you ever your mother's death. Answer, option B ആണ്. With you over your mother's death. Sympathize with. Give me a cup of coffee. He told her. Change in the indirect speech. Answer ഏതാണ്? ഓപ്ഷൻ ബി ആണ്. He asked her to give him a cup of coffee. Give me a cup of coffee. He told her. ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കാനാണ് വരുന്നത്. സോ give me a cup of ചോദിച്ചു. He asked her to give him a cup of coffee. He asked her to give him a cup of coffee. Next, the small child does whatever his father was done. Italics കൊടുത്തിട്ടുണ്ട്. The small child does whatever his father was done. Was done ആണോ അല്ലെങ്കിൽ മറ്റു പദമാണോ എന്നുള്ളതായിരിക്കും ചോദ്യം വ്യക്തമല്ല. ഇവിടെ ഡിഡ് ആണ് ആൻസർ വന്നേക്കുന്നത്. His father did. He seldom visits his parents. Question tag അല്ലേ. He seldom visits his parents. Answer, doesn't he ആണ്. ആൻസർ. Doesn't he. വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ ബസ് വന്നുകൊണ്ട് തന്നെ ഡസ് ചേർക്കാം. doesn't he. നെക്സ്റ്റ്, my daughter likes purple. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ നോക്കണം. ആൻസർ രണ്ടാമത്താണ്. ഓപ്ഷൻ ബി ആണ്. സ്റ്റേഷനറി. നെറി എന്നുള്ള NERY. സ്റ്റേഷനറി. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഫോളോയിങ്. One word. A man who does a thing for pleasure but not as a profession. A man who does a thing for pleasure but not as a profession. പ്ലഷർ അല്ല, ഒരു പ്രൊഫഷന് വേണ്ടിയാണെന്നുള്ളതാണ് അതിൻ്റെ വൺ വേർഡ്. ആൻസർ അമച്ചർ. ഓപ്ഷൻ സി അമച്ചർ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ചൂസിങ് സ്യൂട്ടബിൾ idiom. I wanted to intervene when they are yelling at each other, but would have just dash. Idiom ആണ് ചേർക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Add fuel to the fire.
Next, they dashed to New Orleans last summer. Answer, came over. They came over to New. Unscramble the following word and write the correct word. ആ വേർഡ് വെച്ചിട്ട് തന്നെ ഒരു പുതിയ വാക്ക്, മീനിങ് ഒരു പുതിയ വാക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് വേർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഗ്രാൻഡ് പേരൻറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഈസ് വിച്ച് നോട്ട് എ സിനോണിം ഓഫ്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഈസ് വിച്ച് നോട്ട് എ സിനോണിം ഓഫ് ബ്യൂട്ടി. സിനോണിം അല്ലാത്തതെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഒഫൻസീവ്നെസ്. ഓപ്ഷൻ സി ആണ്, ഒഫൻസീവ്നെസ്. ഓപ്ഷൻ സി ആണ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് ഇൻ ഇറ്റാലിക്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് ഇൻ ഇറ്റാലിക്. ഹീ ഈസ് നോട്ട് എ ഡിസോണസ്റ്റ് സെയിൽസ്മാൻ. ഹിസ് ഓഫർ ഈസ് ബോണഫൈഡ്. ബോണഫൈഡിൻ്റെ മീനിങ്. ആൻസർ ഒതൻറ്റിക്. ആൻസർ ഒതൻറ്റിക്. ബോണഫൈഡ്, ഒതൻറ്റിക്. Choose the group of words that spelled correctly. കറക്റ്റ്ലി സ്പെൽ ചെയ്ത വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പറയുന്നത്, മിനിയേച്ചർ, ഡിസിപ്ലിൻ, ഹിപ്പോക്രസി. നെക്സ്റ്റ്, പിക്ക് ഔട്ട് എ സിംഗിൾ നൗൺ ഫ്രം ദി ലിസ്റ്റ്. സിംഗിൾ നൗൺ. ഓപ്ഷൻ എ ആണ്, ആക്സിസ് ആണ് വരുന്നത്. ദ മാൻ ഡാഷ് ഈസ് അറ്റ് ദ ഗേറ്റ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൂ. ദ മാൻ ഹൂ ഈസ് അറ്റ് ദ ഗേറ്റ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ. നെക്സ്റ്റ്, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്താണ്? ചങ്ങമ്പുഴ. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ജൂൺ 5. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസ്. ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏതാണ്? രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്, അമൂലാണ് ഏത്? സഹകരണ വ്യവസായം. സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചതാണ്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായത് മാത്രം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, രണ്ടും ശരിയല്ല. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക വർണ്ണത്തിൻ്റെ പേര് തിരിച്ചറിയാം. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഇതെല്ലാം എവിടെയാണ് ചേരുക? ആൻസർ വരുന്നത് ലൂ ആണ്. ലൂവിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, താഴെപ്പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമെന്ന് തിരിച്ചറിയാം. ഓപ്ഷൻസ്: ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ആർട്ടിക് വൃത്തം. ഇതിൻ്റെ ആൻസർ എന്നാണ് വരിക? ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം. ഉത്തരായന രേഖയാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഉത്തരായന രേഖയാണ് ആൻസർ. നെക്സ്റ്റ് പ്രസ്താവന: പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ, ഇന്ത്യൻ നദികളിൽ അറബിക്കടൽ പതിക്കുന്നു. സൂചനയാണ് മഹാനദി, പെരിയാർ, താപ്തി, ലൂണി. മേൽ സൂചനയിൽ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടും മൂന്നുമാണ് അറബിക്കടലിൽ പതിക്കുന്നത്, പെരിയാറും താപ്തിയും. നെക്സ്റ്റ് വൺ: ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? മെട്രോ റെയിൽ ശൃംഖല ഏതാണ്? ഡൽഹിയാണ്. ഡൽഹിയാണ് ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ആൻസർ ന്യൂഡൽഹി, വാരണാസി. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്.
ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദേശീയ ജലപാത 2 എന്നാണ്. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ: നവശേവ, പാരദ്വീപ്, ഹാൽഡിയ, കട്ല. ഇവയിൽ നിന്ന് പശ്ചിമതീര തുറമുഖങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉമാണ്. ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടന ശില്പി. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയത്? 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശമാക്കിയതിൻ്റെ ഭാഗമല്ല തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതെ തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 19. സ്വാതന്ത്ര്യം 19ലാണ്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. A, B, C എന്നിവ ശരിയായതാണ്. അതായത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഏതാണ്? ഭൂമി. ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? നിശബ്ദ താഴ്വര പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മാംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് മുഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണെന്ന് പറഞ്ഞത് സാഹിത്യകാരൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പള്ളികൾ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? കേസരി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത അനി ബസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. 2013 അഭിലാഷ് ടോമി 13 ലോകം ചുറ്റി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സമൂഹ പരിഷ്കർത്താവ്? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ആനമുടിയാണ് ഉയർന്ന ഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ആനമുടി. ലണ്ടനിൽ നടന്ന 3 വട്ടമേൽ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? BR അംബേദ്കർ. 3 വട്ടമേൽ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവൻ. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി മിന്നുമണി. താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയായതാണ്. നെക്സ്റ്റ്, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? വില്ലുവണ്ടി അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു. ആമുഖം ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് ആരാണ്? VT ഭട്ടതിരിപ്പാട്.
സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയതാരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. നിക്കോളാസ് കോപ്പർനിക്കസ് കേന്ദ്രം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ആദിച്ചനെല്ലൂർ. ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ആദിച്ചനെല്ലൂർ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ എം.എൻ. ഷംസീർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക അരുണ അസഫ് അലി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം, സമുദ്രനിരപ്പിന് താഴെ വരുന്ന ഏതാണ്? കുട്ടനാട്. കാശ്മീരില്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യരെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാൻ. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ചെറുത് സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസ്. ഓക്കെ. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം സി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി മൃതസഞ്ജീവനി. അവയവങ്ങൾ ദാനം ചെയ്യുന്നതാണ് മൃതസഞ്ജീവനി. വായുവിലൂടെ പകരുന്ന രോഗമാണ് ജലദോഷം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? സൈലന്റ് സ്പ്രിംഗ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയാണ്. അറ്റോമിക സിദ്ധാന്തവും ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയായ ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ്, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയെ ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോകസ്വഭാവം കുറയുന്നു. ചൂട് തന്നിരിക്കുന്ന ഓക്സിജൻ്റെ പ്രത്യേകതകൾ ബന്ധപ്പെട്ട് ശരിയായ തിരഞ്ഞെടുക്കുക. ആൻസർ ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. നെക്സ്റ്റ് വൺ, അലുമിനിയത്തിൻ്റെ അയരേതാണ്? ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്താണ്? മഞ്ഞ. നെക്സ്റ്റ് വൺ, മാസുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവ് മാസ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. 3 ഇതില്ലല്ലേ. നെക്സ്റ്റ്, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കാണാൻ ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ദർപ്പണം. സൈഡിൽ വെക്കുന്നത് കോൺവെക്സ് ദർപ്പണം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് എന്താണ്? സ്ഥാനാന്തരണം. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണെന്ത്? സ്ഥാനാന്തരണം. ഇവിടെ നിന്ന് വ്യതിചലിച്ച് ഇവിടേക്ക് വരുന്നതാണ് സ്ഥാനാന്തരണം. ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ. വികിരണം വഴിയുള്ള താപപ്രശ്നവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായത്. Okay. Thank you for watching.
See you again.